Good morning, all. Good morning, ma'am. Good morning, ma'am. Okay, how are you all? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖം. സുഖം. എന്താണ് ക്ലാസ് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണോ എല്ലാവരും? എന്ത് പറ്റി? ക്ലാസ്സിൽ എന്ത് പറ്റി? ഇങ്ങനെ മൂഡ് ഓഫ് ആണല്ലോ, ഭയങ്കര സൈലന്റ് ആണല്ലോ. കഴിഞ്ഞ ക്ലാസ് കുറച്ച് ടഫ് ആയിരുന്നു. എന്ന് വെച്ചാ കുറച്ച് ഇപ്പത്തെ മൊഡ്യൂള് കുറച്ച് ടഫാണ്. ആകെ കിളി പോയിരിക്ക. ക്ലാസ്സിലെ ഫസ്റ്റ് കേട്ടത് അവസാനമായപ്പോഴത്തേനും പോയി. പോയ കിളിയൊക്കെ തിരിച്ചു വിളിക്കും. ക്ലാസ്സിലെ കിളി പോകില്ല. മാം വന്നല്ലോ, ഇനി കിളിയൊക്കെ തിരിച്ചു വരും. പോയ കിളിനൊക്കെ വരുത്താൻ നമുക്ക്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പ്രിപ്പോസിഷൻ ആയിരുന്നു അല്ലെ? യെസ് മാം. ഏതായിരുന്നു? ഇൻ, ഓൺ, രണ്ടും കഴിഞ്ഞോ? യെസ് മാം. അത് മനസ്സിലായി, ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായി അല്ലെ? ഓക്കെ, എന്താണ് ആക്റ്റീവ് ആയിട്ടിരിക്കൂ. മതി, കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു, അത് അങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഓക്കെ, നമ്മുടെ പ്രസന്റിൽ എങ്ങനെയാണോ ആയിരിക്കുന്നത് പാസ്റ്റിനെ കുറിച്ച് ആരും ഓർത്ത് ബോധറാവേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ചോദിക്കാൻ നോക്കാം കേട്ടോ. ഇപ്പൊ ഏത് സബ്ജക്ട് ആയിക്കോട്ടെ, റിലേഷൻ അല്ല, ഏത് സബ്ജക്ട് ആണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ചെയ്ത് തരും. ഓക്കെ ആണോ? എന്താണിത് ഭയങ്കര സൈലന്റ്? ആക്റ്റീവ് ആയിട്ട് ക്ലാസ്സില്. ഓക്കെ, ക്ലാസ്സിലുണ്ടോ എല്ലാവരും? രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഉറങ്ങുകയാണോ? എല്ലാവരും ഉറങ്ങുകയാണോ? എല്ലാവരും ഉണ്ട്. ഓക്കെ, പണ്ട് സ്കൂളിൽ വിളിക്കുന്ന പോലെ പ്രസന്റ് ആണോ നിൽക്കുക, പ്രസന്റ് ടീച്ചർ എന്ന് പറയില്ലേ, അതേപോലെയാണ്. ഓക്കെ, ഞാൻ തന്നെ തമാശ പറയുന്നു. തമാശ അല്ലാട്ടോ, ജസ്റ്റ് ഒന്ന് പറയുന്നു, ഞാൻ തന്നെ ചിരിക്കുന്നു. ആഹാ, അത് നല്ല ആചാരം തന്നെയല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. So notebook എടുക്കുക, take your notebook and write down the next preposition is at. Okay, at ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന preposition at ആണ്. Okay, so എഴുതാം, at ഹെഡിങ് കൊടുക്കാം, then point wise ആയിട്ട് ഓരോ പോയിന്റ് എഴുതാം. at നമ്മൾ മെയിൻലി നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യാം? എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമാണ് ടൈം. ടൈം പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് at ആണ്. ഫസ്റ്റ് പോയിന്റ് ഈസ് ടൈം. പിന്നെ എവിടെ യൂസ് ചെയ്യും? ടൈമിൽ മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യും, പ്ലേസ് പറയാൻ യൂസ് ചെയ്യും. ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൈറ്റ് പറയുമ്പോ അറ്റ് ഉപയോഗിക്കും. ഏതോ നൈറ്റ് യൂസ് ചെയ്യുമ്പോ അറ്റ് ഉപയോഗിക്കും. കേട്ടില്ല. നൈറ്റ് ഇല്ലേ, നൈറ്റ് യൂസ് ചെയ്യുമ്പോ നൈറ്റ്. ഓക്കെ, നൈറ്റ് പറയാം. ലൊക്കേഷൻ ഒക്കെ പറയുന്നത് ലൊക്കേഷൻ പറയാം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ടൈം, ഫസ്റ്റ് ടൈം എഴുതാം. then നൈറ്റ് പറയുമ്പോഴും മിഡ് നൈറ്റ് പറയുമ്പോഴും നമ്മൾ അറ്റാണ് യൂസ് ചെയ്യാം. ഓക്കെ,
ദെൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ പ്ലേസ്. പക്ഷെ പ്ലേസ് പറയുന്നത് നമ്മള് ഇന്ന പ്ലേസ് പറയാൻ യൂസ് ചെയ്യുന്നല്ലേ. പിന്നെ ഇങ്ങനെ അറ്റ് എങ്ങനെ വരാം? ഹോം പറയുമ്പോ at ഉപയോഗിക്കാം. at home. എക്സാക്ട് ലൊക്കേഷൻ പറയാൻ വേണ്ടി. എക്സാക്ട് ലൊക്കേഷൻ പറയുമ്പോഴാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ടൈം പറയുമ്പോഴും നൈറ്റ്, മിഡ് നൈറ്റ്, ദെൻ എക്സാക്ട് ലൊക്കേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് പോയിന്റ് അല്ലെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ അതൊക്കെ പറയുമ്പോൾ മാത്രമാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുക. അതർവൈസ് അല്ലാത്ത ടൈമിൽ നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോ ഐ മീൻ ദുബായ് അറ്റ് ഫുജീറ എന്ന് പറഞ്ഞാല് ദുബായിൽ ഫുജീറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത്. ഐ മീൻ ദുബായ് അറ്റ് ഫുജീറ. മനസ്സിലായോ? അപ്പൊ ഇന്നെങ്ങനെ യൂസ് ചെയ്യേണ്ടത്, മറ്റ് യൂസ് ചെയ്യേണ്ടത് ക്ലിയർ ആയില്ലേ? അപ്പൊ ആ ഒരു ഡൗട്ട് സോൾവ് ആയാലോ? ക്ലിയർ ആയാലോ? മനസ്സിലായോ? ഇനി മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഇനി മനസ്സിലായില്ല മിസ്സേ ഒന്നും കൂടെ പറയൂ എന്നാണെങ്കിൽ ഞാൻ പറയാം. എനിവോൺ? ആരെങ്കിലും ഒരാള് ഉണ്ടോ? മനസ്സിലായി മിസ്. മനസ്സിലായി. ഓക്കെ, അപ്പൊ ടൈം, നൈറ്റ് ആൻഡ് എക്സാക്ട് ലൊക്കേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് പോയിന്റ്. ദെൻ നമ്മൾ പറയാ അറ്റ് ദ പോയിന്റ് പറയും, അറ്റ് ദി പോയിന്റ് അല്ലെ, അറ്റ് ദി മൊമെന്റ് പറയും, അറ്റ് ദി മൊമെന്റ്. പിന്നെന്താ അറ്റ് ദി എൻഡ് പറയും അല്ലെ, അറ്റ് ദി എൻഡ്. ഇവിടെയൊക്കെ നമ്മൾ അറ്റ് ആണ് യൂസ് ചെയ്യാം. എല്ലാവർക്കും അറിയുന്നതാണ് ഇതെല്ലാം അല്ലെ. നമ്മൾ യൂഷ്വലി നമ്മൾ അറിയാണ്ടാണെങ്കിൽ പോലും യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ എക്സാമ്പിൾസ് പറയൂ. എക്സാമ്പിൾ ഫസ്റ്റ് ഞാൻ പറയാം. ഐ ഓൾവേസ് ഗോ ടു സ്കൂൾ അറ്റ് 10 AM. ടൈം ആണല്ലേ. അപ്പൊ ഐ ഓൾവേസ് ഗോ ടു സ്കൂൾ അറ്റ് 10 AM. പിന്നെ അറ്റിന് വേറൊരു മീനിങ് കൂടി ഉണ്ട്. ഇപ്പോ ഐ എം സിറ്റിംഗ് അറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ അതിന് മീനിങ് എന്താ വരാ? ഐ എം സിറ്റിംഗ് അറ്റ് ദ ടേബിൾ. ഐ എം സിറ്റിംഗ് അറ്റ് ദി ടേബിൾ. അടുത്തുനിന്നാണോ? അതെ, അടുത്ത്, അരികെ എന്നൊരു മീനിങ് കൂടെ അറ്റിനുണ്ട് കേട്ടോ. ഐ എം സിറ്റിംഗ് അറ്റ് ദി ടേബിൾ എന്ന് പറയുമ്പോൾ അടുത്ത്, ഞാൻ ടേബിളിനടുത്ത് ഇരിക്കുകയാണ്. ഐ എം സിറ്റിംഗ് അറ്റ് ദി ടേബിൾ. ഓക്കെ, നെക്സ്റ്റ് I usually study at the library. I usually study at the library. ലൈബ്രറിയിൽ വെച്ചിട്ടാണ്, ലൈബ്രറിയിലാണ് ഞാൻ സാധാരണയായി പഠിക്കാറുള്ളത് അല്ലെ. Usually study at the library. Okay. Next അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I often go to bed at midnight. I often means പലപ്പോഴും. OFTEN. Often. I often go to bed at midnight. I often go to bed at midnight. Next, she was at home. She's at home. അവള് വീട്ടിലുണ്ട്. She's at home. അവളെ വീട്ടിലാണ് അല്ലെ. She's at home. വീട്ടിലായിരുന്നു. She was at home എന്ന് പറയും. എവിടെയാണെങ്കിലും സ്പെസിഫിക് പോയിന്റ് പറയുകയാണെങ്കിൽ അറ്റ് ദി ബസ് സ്റ്റോപ്പ് പറയാം, അറ്റ് ഹോട്ടൽ പറയാം, എല്ലായിടത്തും പറയാം അല്ലെ. അവളിപ്പോ എവിടെയാണ്? ഷീസ് അറ്റ് ബസ് സ്റ്റോപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയും നമുക്ക് അറ്റ് യൂസ് ചെയ്യാം. അപ്പൊ അറ്റ് എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ അല്ലേ? ഇൻ, ഓൺ, അറ്റ്, ഇത് മൂന്നും ക്ലിയർ ആണോ? Is it clear or not? Yes, ma'am. Yes. ഇനിയിപ്പോ ഒരു അറ്റ് പിന്നീട് സ്ഥലം എന്ന് പറയുന്നത് ഹോളിഡേയ്സിൽ നമുക്ക് അറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? അപ്പോ ഞാൻ ഓൺ പറഞ്ഞപ്പോ ഹോളിഡേ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ഓൺ പറഞ്ഞപ്പോ ഹോളിഡേ പറഞ്ഞിരുന്നു. അപ്പോ December 25th December എന്ന് പറയുമ്പോ I will come to your home at 25th December എന്ന് പറഞ്ഞാല് 25-ാം തീയതി, ഡിസംബർ 25-ാം തീയതി ഞാൻ നിന്റെ വീട്ടിൽ വരും എന്നൊരു മീനിങ് ആണ് വരാം. ഇനിയിപ്പോ I will come to your home at ഓണം എന്ന് പറഞ്ഞാലോ? അറ്റ് ഓണം. I will come to your home at ഓണം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുക? അതിൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും?
അത് ഡേറ്റ് കൺഫേം അല്ല. ഡേറ്റ് അല്ല, അവിടെ ഡേറ്റ് അല്ല ചെയ്ത് ആ ഒരു ടൈമാണ്, ആ ഡ്യൂറിങ് വെക്കേഷൻ ആ ഒരു ടൈമിൽ ഞാൻ എന്റെ വീട്ടിൽ വരും. അവിടെ ഒരു പീരീഡ് ആണ് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, ഡ്യൂറിങ് എന്ത് ഫംഗ്ഷൻ ആണോ, എന്ത് സെലിബ്രേഷൻ ആണോ, എന്ത് ഹോളിഡേ ആണോ, ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഞാൻ വരും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ന ഡേറ്റിലല്ല. കറക്റ്റ് ഡേറ്റ് ആണ് പറയുന്നെങ്കിൽ നമുക്ക് അവിടെ ഓൺ യൂസ് ചെയ്യാം. പക്ഷെ ആ ഓണത്തിന്റെ വെക്കേഷൻ അല്ലെങ്കിൽ ക്രിസ്മസ് വെക്കേഷൻ എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നെങ്കിൽ ഉദ്ദേശിക്കുന്നില്ല ആ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ അവിടെ വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ട് ഇങ്ങനെ പറയാം, ഐ വിൽ കം ടു യുവർ ഹോം അറ്റ് ഓണം എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റ് ക്രിസ്മസ് എന്ന് പറയാം. അപ്പൊ ആ ഒരു ക്രിസ്മസ് വെക്കേഷന്റെ ആ ഒരു ടൈം പീരീഡില് അല്ലെങ്കിൽ ക്രിസ്മസ് സീസണിന്റെ ഓണം സീസണിന്റെ ഒക്കെ ആ ഒരു ടൈം പീരീഡിൽ ഞാൻ എന്റെ വീട്ടിൽ വരും എന്നൊരു മീനിങ്ങിലാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയും നമുക്ക് അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആയോ? യെസ്. എല്ലാവരും ക്ലിയർ ആയോ? എല്ലാവരും, ഒരാളോട് മാത്രമായിട്ടല്ല ചോദിക്കരുത്, എല്ലാവർക്കും ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഒരാൾക്ക് ക്ലിയർ ആയി? ഒരാൾക്ക് പോലും ഡൗട്ട് ഇല്ലല്ലോ. ഇനി അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇത്ര നന്നായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങൾക്കത് ഓൾറെഡി അറിയാവുന്നതാണോ? ആർക്കൊരു ഡൗട്ട് പോലും ഇല്ലല്ലോ. അത് ചോദിക്കാത്താണോ? ചോദിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ചോദിക്കാനാണോ? ക്ലിയർ ആയിട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തൊരു പ്രൊപ്പോസിഷൻ നോക്കാം. സിൻസ്. സിൻസ് SINCE. സിൻസ്. സിൻസ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ എന്താണ്? ആർക്കെങ്കിലും അറിയോ? എവിടെയൊക്കെയാ യൂസ് ചെയ്യാം? മീനിങ് എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് ഇയറിൽ. ക്ലിയർ ആയില്ല. 3 പേരിനോടും ഒരു സമയത്ത് പറഞ്ഞാൽ ക്ലിയർ ആയില്ല. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ടൈം. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ടൈം പറയാം. ഓക്കെ, അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇയർ, ഇയർ എല്ലാത്തിന്റെ കൂടെയും പറയും. ഇയർ, ടൈം, മന്ത്, ഡേ, ടൈം എല്ലാത്തിന്റെ കൂടെയും നമുക്ക് ഈ സിൻസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. പക്ഷെ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അറിയോ? അതിൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാത്തിന്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് മീൻ? ഫോർ പറയുന്നില്ല. ഫോർ പറയും, സിൻസും പറയും. അതാണ് ചോദിച്ചത്. അപ്പോ ഫോറിന്റേതായ മീനിങ് വേറെ ഉണ്ട്, സിൻസ് വേറെ രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. രണ്ടും ഡിഫറെന്റ് ആണ്. ആരെങ്കിലും അറിയോ അത്? ഇല്ല. അപ്പൊ നിങ്ങൾ ഫോർ പറയുന്നത് പീരിയഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ടാണ്. സിൻസ് പറയുന്നത് ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ അങ്ങനെ പറയാം. സ്റ്റാർട്ടിംഗ് ആണ്, മറ്റൊരു പീരിയഡ് ഓഫ് ടൈം ആണ്. കറക്റ്റ് ആണ്, പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഞാൻ 7ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്ന് പറയണം, അല്ലെ? ഞാൻ സ്കൂൾ ടൈം മുതൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ നമ്മളവിടെ സിൻസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആവശ്യമാണ്. മുതൽ എന്നൊരു മീനിങ് നമ്മുടെ മലയാളത്തിൽ യൂസ് ചെയ്യുന്നതാണ്. ഇത് കാര്യം പറയുമ്പോഴും ഞാൻ ആ ടൈം മുതൽ ഇപ്പോഴും വരെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുടക്കം, അല്ലെ? മലയാളത്തിൽ പറയുകയാണെങ്കിൽ മുതൽ എന്ന് പറയാം. അങ്ങനെ ഒരു വാക്കുണ്ട്, മുതൽ. ഞാൻ രാവിലെ മുതൽ കുക്കിംഗ് ചെയ്യുകയാണ്, ഞാൻ രാവിലെ മുതൽ തുടങ്ങിയ പണിയാണ്, അല്ലെ? അപ്പൊ ഈ മുതൽ എന്ന് പറയുന്നതാണ് I'm learning English since my school time. I'm learning English since അവിടെ ഇല്ല, ഉദ്ദേശിച്ച കറക്റ്റ് ആണ്, പക്ഷെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അപ്പോ മുതൽ എന്ന് പറയുന്ന മീനിങ്ങിലാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തിന്റെ കൂടെ യൂസ് ചെയ്യാലോ? ഞാൻ 10 മണി മുതൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ഞാൻ 2015 മുതൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഞാൻ ഇപ്പോ എന്താണ്, നിങ്ങളിപ്പോ കോഴ്സ് ജോയിൻ ചെയ്തപ്പോ ഏതാണ്, ഒക്ടോബറോ ഡിസംബറിൽ മുതൽ ഞാനിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം, അല്ലെ? അപ്പൊ നമ്മൾ യൂസ് ചെയ്ത് ടൈം യൂസ് ചെയ്തു, മന്ത് യൂസ് ചെയ്തു, ഇയർ യൂസ് ചെയ്തു, അല്ലെ? ഇനിയിപ്പോ I have been learning English. കറക്റ്റ്. ഇപ്പൊ കറക്റ്റ്. I have been learning English since my school time. ഇപ്പൊ കറക്റ്റ് ആയിട്ടോ. ഓക്കെ, അപ്പോ ഏജ് പറയാം. എന്തിന്റെയും കൂടെ നമുക്ക് നമ്മുടെ സിൻസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇപ്പൊ പറഞ്ഞ ഒരു എക്സാമ്പിൾ എഴുതിക്കോളൂ. I have been learning or studying English since my school time. School time ഞാൻ എന്റെ സ്കൂൾ ടൈം മുതൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോഴും അന്നും പഠിക്കുന്നുണ്ട്, ഇന്നും പഠിക്കുന്നുണ്ട്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കണ്ടിന്യൂയിങ് പ്രോസസ് ആണ്. അന്ന് മുതൽ. അപ്പൊ മുതൽ എന്ന് പറയുമ്പോൾ സിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് എല്ലാം എഴുതിക്കോളൂ കേട്ടോ. I have been studying English since my school time. Okay. Yeah, if cooking ആണെങ്കിലോ I have been cooking since morning. ഞാൻ രാവിലെ മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I have been cooking since morning. I have been cooking since morning. ഇനിയിപ്പോ പഠിപ്പിക്കുക അല്ലെങ്കിൽ അവർ ടീച്ചറായിട്ട് 2015 മുതൽ അവർ ടീച്ചറായി വർക്ക് ചെയ്യാണെന്ന് പറയണം അല്ലെ. She has been a teacher എന്ന് പറയാം. She has been a teacher since 2015. She has been a teacher. She has been a teacher since 2015. 2015 മുതൽ ടീച്ചറാണ്. ഇതൊരു മീനിങ്ങിലാണ് അവിടെ വരാട്ടോ. She has been a teacher since 2015. മാം ഒന്നും കൂടി പറയൂ. She has been a teacher. നമ്മള് അങ്ങനെ എഴുതും, ഞാൻ പറയുന്നുണ്ട്. She has been a teacher since 2015. അതുവരെ എഴുതിയോ എല്ലാവരും? Yes. നമ്മള് എ എന്ന് പറയുന്നൊരു ലെറ്റർ ഉണ്ട്. എ അത് എ അല്ല കേട്ടോ. നമ്മൾ സെന്റൻസിലൊക്കെ പറയുമ്പോൾ ഇത് എ എന്ന് പറയും. എന്നൊരു സൗണ്ട് ആണ് വരുന്നത്. She has been a teacher. Not a. Okay. She has been a teacher. പണ്ടൊക്കെ നമ്മൾ അങ്ങനെയാ പറഞ്ഞത്, a teacher അല്ലെ. എ എന്നാണ്. അത് ആരെയും കുറ്റം പറയുന്നില്ല, ഞാൻ പോലും അങ്ങനെയാ പഠിച്ചത്, എ എന്നാണ്. പക്ഷെ എ അല്ല കേട്ടോ, ആണ്. She has been a teacher. അപ്പൊ എവിടെയെങ്കിലും എ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും എ എന്ന് പ്രൊണൗൺസ് ചെയ്യാതെ എന്ന് പറയണം. അത് ആദ്യം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പിന്നെ അത് യൂസ് ആയിക്കോളൂ കേട്ടോ. അത് നമുക്ക് ഏതൊരു വാക്കും കറക്റ്റ് രീതിയിൽ പ്രൊണൗൺസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇംഗ്ലീഷ് പ്രത്യേകിച്ച് എന്താണോ അതിന്റെ പ്രൊണൗൺസിയേഷൻ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആ രീതിയിൽ എപ്പോഴും പ്രൊണൗൺസ് ചെയ്യാൻ നോക്കണം. ഏതൊരു വേർഡ് ആണെങ്കിലും ഏതൊരു ലെറ്റർ ആണെങ്കിലും പോയി നമ്മള് പറയുന്ന മിക്ക കാര്യങ്ങളും തെറ്റാണ്. ഇപ്പോ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ എന്ന് പറയുന്നത് THE ദ, അത് ഞാൻ ഉൾപ്പെടെ പറയുന്നത് ദ എന്നാണ്. അത് പക്ഷെ കറക്റ്റ് ദായല്ല, അതിന്റെ പ്രൊണൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. അത് നമ്മള് പണ്ട് മുതൽ ശീലിച്ചതിന്റെ ആണ്. അതിന് നമ്മൾ ഒട്ടും നമുക്ക് അങ്ങനെ ഇനി കറക്റ്റ് പ്രൊണൗൺസിയേഷൻ പറയാനും പറ്റില്ല. പറഞ്ഞാലെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് പൊട്ടത്തിലിടത്തും. ഓക്കെ. ഇപ്പൊ ദ എന്ന് പറയുന്നത് നമ്മുടെ നാക്ക് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ പോയി ടച്ച് ചെയ്തിട്ടാണ് ദ പറയുന്നത്. പക്ഷെ ഒരിക്കലും നാക്ക് ടച്ച് ചെയ്യില്ല. ടച്ച് ചെയ്യാതെയാണ് ദ പറയുന്നത്. അതായത് ഫോണിറ്റിക്സ് പഠിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാക്ക് കുറച്ചുകൂടെ പ്രൊജക്ട് ചെയ്ത് പുറത്തോട്ട് വരും, എന്നാലേ പറയാൻ പറ്റും. സ എന്ന് പറയും. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. കറക്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ഇവിടെ ഞാൻ പോലും ഇത് കറക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് തെറ്റാണ്. ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ്, സോ ഫോണിറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. ഫോണിറ്റിക്സ് സാറ് മെയിൻ ഫോക്കസ് ചെയ്തത് ദായി എന്ന് പറയുന്ന ഒരു സൗണ്ടാണ്. പക്ഷെ നമുക്കത് എനിക്കൊന്നും പറയാൻ പറ്റില്ല, പറയാനൊരു ബുദ്ധിമുട്ട് പോലെയാണ്, ചമ്മല് പോലെയാണ്. കാരണം നമുക്കത് പറ്റില്ല, അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പറയാൻ പറ്റുന്നവർക്ക് അത് പറയാൻ കറക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? Yes, ma'am. സോ സീൻസ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ എങ്ങനെയാണ് മനസ്സിലായോ? Yeah, he has been working there since 2016. Okay, correct. Any ഓണം സീൻസ് വെച്ചിട്ട് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ എല്ലാവരും ഓൺ ആൻഡ് സീൻസ്. രണ്ട് പ്രപ്പോസിഷൻ പഠിച്ചു. മാക്സിമം എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം, മാക്സിമം.
He has been a doctor since 2019. She has been A doctor. അത് തന്നെയാണ് ഞാൻ എന്താ പറഞ്ഞത് നേരത്തെ. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി. She has been a doctor since 2016. പറഞ്ഞൊന്ന് കേക്കട്ടെ. ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോ നമുക്ക് ആ ഒരു ഷൈ എന്ന് പറയുന്ന സാധനം വേണ്ട. നമ്മൾ പറയുന്നത് എന്താണ്, ഒരു ഇമിറ്റേഷൻ പോലെയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഇമിറ്റേറ്റ് ചെയ്ത് പറയണം. ഇപ്പൊ ബംഗാളികള് നമ്മുടെ ഇവിടെ ഹിന്ദിക്കാരൊക്കെ നമ്മുടെ കേരളത്തിൽ വരുന്നതല്ലോ, അവര് പറയുന്ന മലയാളം നമ്മൾ പറയുന്ന മലയാളം തമ്മിൽ വ്യത്യാസമില്ലേ? വ്യത്യാസമില്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോഴും. അപ്പൊ മാക്സിമം ആ ഒരു വെസ്റ്റേൺ സ്ലാങ് പിടിക്കാൻ നോക്കാം. ഇപ്പോഴേ ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കളിയാക്കൊന്നുമില്ല, ആരും കളിയാക്കൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് നീ ഇങ്ങനെ പറയുന്നല്ലോ, നീ കൊള്ളാലോ ഒന്നേ വിചാരിക്കുള്ളൂ. അല്ലാണ്ട് ഈ എന്തിനും ഇങ്ങനെ പറയുന്നേ എന്നൊന്നും ആരും ചിന്തിക്കില്ല. അപ്പൊ അങ്ങനെ പറയാൻ നോക്കണം കേട്ടോ. The company has been formed since അല്ലെങ്കിൽ has formed. The company has formed since 1960. Okay. I will see you at 3 o'clock. No? I will see you at 3 o'clock. I will see you at 3 o'clock. Yeah. ഇവിടെ I will എന്ന് പറയണ്ട കേട്ടോ. ഈ will വാ നമുക്ക് വിട്ട് കളയാം. I will. വാ വേണ്ട. പറയുമ്പോ ആ വാ വി എന്നോട് പൊക്കോളും. I will ഇങ്ങനെ പറയാം. I will see you at 3 o'clock. 3 o'clock. I will see you at I will. will പറയരുത്. വി എന്ന് പറയുന്ന സാധനം വരണ്ട. We have been waiting here since 2 o'clock. സംസാരിച്ച് കഴിയുമ്പോൾ മ്യൂട്ട് ചെയ്യണം കേട്ടോ, കാരണം എന്റെ സൗണ്ട് എനിക്ക് കേൾക്കാം. ഓക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് ഒരിക്കലും ഗൂഗിൾ ചെയ്ത് എക്സാമ്പിൾസ് പറയുന്നില്ല. നിങ്ങളുടെ ഓൺ ക്രിയേഷൻ ആണ് എനിക്ക് ആവശ്യം, കാരണം ഗൂഗിളിന്റെ ക്രിയേഷൻ അല്ല. ഓക്കെ. Your friends say this is our channel. We are friends. We are friends അല്ലല്ലോ. എന്താണ് അവിടെ വരാ? മിസ്സിംഗ് ആണല്ലോ. കുഴപ്പമില്ല, ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാം. പക്ഷെ അറിയായിരുന്നല്ലോ, കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിരുന്നല്ലേ. പേരെന്താണ്? ഹാരോൺ നോവിൻ. ഹാരൻ ആണോ? കറക്റ്റ് ആണോ ഞാൻ പറയുന്നത്? ഹാരോൺ മോന്റെ പേരാണ് ഹാരോൺ. എന്റെ പേര് അഖില. അഖില. അഖില, we are friends അല്ല, we have been friends. Okay. Then he has been working with television since morning. Yeah. All meetings are postponed at 20 February. എന്താ ഉദ്ദേശിച്ചത്? 20 ആണോ വരാ? അല്ല സോറി, ആണോ വരാ? ഓണല്ലേ? കറക്റ്റ് ഡേറ്റ് വന്നാല് അവിടെ ഓണാണ് വരേണ്ടത്. ഓക്കെ. അതിനെന്താ കുറെ പേര് എക്സാമ്പിൾ പറയുന്നത് കൂടില്ല. എന്താണ്, ക്ലാസ്സിൽ സ്റ്റുഡൻസ് ഉണ്ട്, പക്ഷെ ആരും കുറച്ചുപേരൊന്നും ആക്റ്റീവേ അല്ല. എക്സാമ്പിൾസ് പറയുന്നില്ല, സംസാരിക്കുന്നില്ല. എന്താണ്?
എന്താണ് നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം? എന്താണ് സെന്റൻസ് മേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എല്ലാവർക്കും? ആർക്കൊക്കെയാ അങ്ങനെ തോന്നുന്നുണ്ട്? എനിക്ക് മിസ്സേ പഠിപ്പിച്ച പ്രപ്പോസിഷൻ എനിക്ക് മനസ്സിലായി, പക്ഷെ സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്? We have been classmates since 2010. കേട്ടില്ല. So, We have been. Sorry ma'am, we are friends. We are classmates since 2010. ഉദ്ദേശിച്ചതാണ് കേട്ടോ, പക്ഷെ ഇവിടെ ഗ്രാമർലി ഇത് തെറ്റാണ്. ഞാൻ മിസ് പറഞ്ഞത് സിൻസ് യൂസ് ചെയ്യുമ്പോ ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ഹാബീൻ ആണ് കുറച്ചുകൂടെ നല്ലത്, യൂസ് ചെയ്യാൻ നല്ലത് ഹാബീൻ ആണ്. കാരണം നമ്മള് പാസ്റ്റിൽ തുടങ്ങിയ കാര്യമില്ലേ, പാസ്റ്റ് എന്ന് പറയുമ്പോ ഇന്ന് രാവിലെ ഒരു 7 മണി, ഇന്നത്തെ 7 മണി, ഇന്ന് രാവിലെ 7 മണി. എന്തായാലും ഇപ്പോഴത്തെ ടൈം എത്ര? 12 മണിയായിരിക്കും. 12 o'clock. ഇതിന് മുൻപ് നടന്ന കാര്യങ്ങൾ എന്താണെങ്കിലും പാസ്റ്റ് ആയിരിക്കും. എല്ലാം പാസ്റ്റ് ആണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം പാസ്റ്റ് ആണ്. 12:59 വരെയുള്ള കാര്യങ്ങളെല്ലാം പാസ്റ്റ് ആണ്. സോ പാസ്റ്റിലെ ഒരു കാര്യം നമ്മൾ പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എന്താണ് എന്നല്ല, ഒരു ഇതിനെയാണ് നമ്മളെ ഹാപ്പി യൂസ് ചെയ്യേണ്ടത്. അത് ടെൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രപ്പോസിഷൻ യൂസേജും ഇപ്പോ എന്തുകൊണ്ടാണ് ഇവിടെ ഹാപ്പി വന്നതെന്നും നിങ്ങൾക്ക് ആ ടൈമിൽ ക്ലിയർ ആവും. Okay ma'am. Okay ma'am. അതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഓക്കെ, സോ സാരില്ല, നമുക്കത് ടെൻസ് പഠിക്കുമ്പോൾ ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോ ഇപ്പൊ ഇന്നെടുത്ത 2 പ്രപ്പോസിഷനും മനസ്സിലായോ? എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ? Yes ma'am. ഇനിയിപ്പോ 4 അടുത്ത പ്രപ്പോസിഷൻ 4 നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്. ഡ്യൂറേഷൻ ഓഫ് ടൈം അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് പീരീഡ് എന്ത് വേണമെങ്കിലും പറയും. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മള് സിൻസ് പറഞ്ഞപ്പോ ടൈം ആണെങ്കിൽ 3 മണി മുതൽ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ 4 ആണ് അവിടെ യൂസ് ചെയ്യുന്നെങ്കിൽ 3 മണിക്കൂർ ആയിട്ട് എന്നൊരു മീനിങ് വരും. ഞാൻ രാവിലെ എന്താണ് 3 മണിക്കൂറായിട്ട് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ് അവിടെ മെൻഷൻ ചെയ്യുക. ഞാൻ 3 മണിക്കൂറായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 3 മാസമായിട്ട് അവിടെ താമസിക്കുകയാണ്. അപ്പൊ ആയിട്ട് എന്നൊരു മീനിങ് ആണ് നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആയിട്ട് എന്നൊരു മീനിങ്ങിലാണ് 4 നമ്മൾ യൂസ് ചെയ്യാം. അതല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നിനക്ക് വേണ്ടി ഐ ബോട്ട് എ ഗിഫ്റ്റ് ഫോർ യു. ഐ ബോട്ട് എ ഗിഫ്റ്റ് ഫോർ യു. നിനക്ക് വേണ്ടി ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങി. സോ നിനക്ക് വേണ്ടി അല്ലെങ്കിൽ വേണ്ടി ആർക്കെങ്കിലും വേണ്ടി. I have been cooking for 3 hours. 3 മണിക്കൂറായിട്ട് ഞാൻ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആണ്. അപ്പോ ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മള് 4 യൂസ് ചെയ്യുന്നു. ദെൻ ആർക്കെങ്കിലും വേണ്ടി ഇപ്പോ ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. സോ വേണ്ടി എന്ന് പറയുമ്പോഴും നമ്മൾ 4 എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുക. So is it clear or not? Clear and understood? Yes. So let's make examples. For example, I have been studying for 3 hours. I'm waiting for the bus. Yeah, I'm waiting for the bus. Let me see where I'm waiting for the bus. Correct, Anna? We have been friends for 10 years. We have been Friends for 10 years. Yeah, friends for 10 years. Okay. Then okay, clear alle? We have been friends since childhood. Yeah, since ആണ്. Okay, ഇനി 4 വെച്ചിട്ട് പറഞ്ഞേ 4
പ്രപ്പോസിഷൻ ഫിക്സ്ഡ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു എല്ലാവരും. ഇത് കറക്റ്റ് ആണോ എന്ന് പറയൂ. I know him for 6 years. നോ, ക്ലിയർ ആയില്ല. I know him for 6 years. I know him for 6 years. 6 വർഷമായിട്ട് എനിക്ക് അവരെ അറിയാം. We have been married for 2 years. Yeah. We have been married for 2 years, Karchana. Have been working for 2 days. Yeah, correct. Then I have been looking for the bus. I Have been looking for the bus. have been looking for the best. Yeah. He has been studying for 30 minutes. ആരാണ് എന്നോട് ചോദിച്ചേ? ഹരോൺ നൂബി. പേരെന്തോ പറഞ്ഞല്ലോ, പേരെന്തായിരുന്നു? അഖില. അഖില പറഞ്ഞത് ഐ നോ ഹിം ഫോർ 2 years എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ക്ലിയർ ആണ്. പക്ഷെ ഗ്രാമറിൽ നോക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് അവനെ അറിയാം, എനിക്ക് അവനെ 2 വർഷമായിട്ട് അറിയാം എന്നൊരു മീനിങ്ങിലാണ്. ഗ്രാമറിൽ നോക്കുമ്പോൾ അത് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. I have known him for 2 years. I have known him. No എന്നുള്ളത് known ആണ്. I have known for 2 years. പക്ഷെ പെട്ടെന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ I know him 2 years എന്ന് പറയുന്നതുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ. പിന്നെ നമ്മൾ മറ്റുള്ളവർ പറയുന്ന കേൾക്കുകയാണെങ്കിൽ അവർ പറയുന്നുണ്ട് I have known him എന്ന് പറയുന്നുണ്ടാകാം. പക്ഷെ അത് അവർ സ്പീഡിൽ പറയുന്നത് കൊണ്ടും അത് യൂസ്ഡ് ആയത് കൊണ്ടും ഹാവ് ഒക്കെ നമ്മൾ കേൾക്കില്ല പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമ്മള് I have been എന്ന് പറയും. ചിലപ്പോ നമ്മൾ പറഞ്ഞത് ശീലിച്ചാതില് നമ്മൾ ഹാവ് എന്ന് കേൾക്കില്ല. I been എന്ന് പറയും. I been എന്താണ് I been studying for 3 hours. I been studying for 3 hours എന്ന് പറയും. അപ്പൊ ഹാവ് എന്ന് കേൾക്കില്ല. മനസ്സിലായോ? അപ്പൊ കറക്റ്റ് അത് എഴുതുമ്പോ I have known him for 2 years എന്നാണ് കറക്റ്റ്. ഗ്രാമറിൽ എഴുതുമ്പോ അതാണ് കറക്റ്റ്. പറയുമ്പോ കുറച്ചൊക്കെ നമുക്ക് വ്യത്യാസം വരും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നീ എപ്പോ വരും എന്ന് ഞാൻ ചോദിച്ചു. അതില് ചോദിക്കുമ്പോ നീ എപ്പോ വരും എന്നാണ്. എഴുതുമ്പോ നമ്മൾ എന്താ എഴുതാം? When will you come? അല്ല, മലയാളത്തില് നീ എപ്പോ വരും എഴുതുമ്പോ നിങ്ങൾ എന്ത് എഴുതും? കറക്റ്റ് എങ്ങനെ വരുന്നത്? എപ്പോൾ എന്നല്ലേ പറയാ? ശരിക്കും പറയുന്നത് എപ്പോഴും അല്ലേ? നീ എപ്പോൾ വരും. പക്ഷെ നമ്മൾ പറഞ്ഞാണ് എപ്പോന്നായി പോയി അല്ലേ? അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് കുറെ മിസ്സിങ് വരും. അത് അവർ പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ പറയണം I have known him for 2 years. I have known him for 2 years. I have known him for 2 years. Okay, clear ആണല്ലോ? Have been studying for 2 hours. Yeah, correct ആണ്. Then അതേപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. കാരണം ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ഡൗട്ട് ചോദിക്കുമ്പോ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇതിപ്പോ അഖില ചോദിച്ചത് കൊണ്ടാണ് ഈ കാര്യം എനിക്ക് പറയാൻ പറ്റിയത്. അല്ലെങ്കിൽ എനിക്കത് പറയേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചോദിക്കുന്നത് അനുസരിച്ചിരിക്കും എന്റെ എക്സ്പ്ലനേഷൻ വരാം. ഓക്കെ? Yesterday I bought a small gift for him. Yes, I bought a small gift for you. Yeah. Then
ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇവിടുത്തെ പ്രിപ്പോസിഷൻ ഒക്കെ മനസ്സിലായല്ലോ? ഇനിയിപ്പോ സെന്റൻസ് മേക്ക് ചെയ്യാനാണ് കുറച്ച് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. അത് നമുക്ക് നോക്കിയത് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, കുറച്ച് നേരം നമുക്ക് ഇന്ററാക്ട് ചെയ്താലോ? റെഡിയാണ് എല്ലാവരും? എന്റെ ഒപ്പം സംസാരിക്കോ? സംസാരിക്കും. ട്രൈ ചെയ്യാം. നിങ്ങളുടെ ഹോബീസ് എന്താണ്? ഞാൻ ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഹോബീസിനെ കുറിച്ച്? ഇല്ല. ഇല്ല. പറയൂ, നിങ്ങളുടെ ഹോബീസ് എന്താണ്? എല്ലാവരെയും ഹോബീസ് ഒന്ന് കേട്ടാ കൊള്ളാന്നുണ്ട് എനിക്ക്. ഹോബീസ് പറയൂ. Tell me about your hobbies. ഇംഗ്ലീഷ് അല്ല, പേടിക്കണ്ട. ഇംഗ്ലീഷ് അല്ല, മലയാളം മതി. ഓക്കെ, ഞാൻ പറയാം മാം. ഞാന് മെഹന്തി ആർട്ടിസ്റ്റ് ആണ്, പക്ഷെ പ്രൊഫഷണൽ ആയിട്ടല്ല. സ്വന്തമായിട്ട് അതിനൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ബ്രൈഡൽ വർക്ക് ഒക്കെ ചെയ്യാറുണ്ട്. അതിനൊക്കെ ചെയ്യാറില്ല. പിന്നെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യും, പിന്നെ ഡ്രോയിങ് ചെയ്യാറുണ്ട്, വാൾ പെയിന്റ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഇതാണ്. പിന്നെ ഡാൻസർ ആണ്, മീൻസ് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെ. ചെറിയൊരു ആർട്ടിസ്റ്റ് ആണ് അപ്പൊ. അതെ. ഓക്കെ, ഇനി ഞാനാ പറയാം. മലയാളത്തിൽ പറഞ്ഞാൽ മതി. സ്റ്റിച്ചിങ് അറിയാം, സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ചിങ്, ഡിസൈനിങ് ഒന്നും, ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടില്ല. ജസ്റ്റ് സ്റ്റിച്ചിങ് അറിയാം. ഒരു ഹോബിയാണോ? ഇഷ്ടാണ്, അങ്ങനെയാണോ? ടൈം കിട്ടുമ്പോഴൊക്കെ സ്റ്റിച്ചിങ്. അതാണ് നമുക്ക് വേണ്ടത്. ടൈം കിട്ടുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക, അതാണ് നിങ്ങളുടെ ഹോബി. നമുക്ക് ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, അതാണ് ഹോബി. ഇനിയിപ്പോ ഹോബി ഇല്ല, ഇപ്പൊ ഇങ്ങനെ ഹോബി ഇല്ല, എനിക്ക് മിസ് ഇങ്ങനെ ഹോബി ആയിട്ടൊന്നുമില്ല എന്നാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് എടുക്കുക. ഒരു ഫ്രീ ടൈം, എത്ര ഫ്രീ ടൈം കിട്ടിയാലും നിങ്ങൾ എന്ത് കാര്യം ചെയ്യാനാണ് നോക്കാം? ഫ്രീ ടൈം കിട്ടുമ്പോൾ എനിക്ക് പാട്ട് കേൾക്കാനാണ് ഇഷ്ടം. പാട്ട്. ഇനിയാരോ സത്യസന്ധമായിട്ട് മറുപടി പറയാനുള്ള നോക്കട്ടെ. ഹായ് മാം, എനിക്ക് പറഞ്ഞാല് പാട്ട് കേൾക്കാനായിരുന്നു ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞൊക്കെ അതുമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് വരുമ്പോ പാട്ട് കേൾക്കാനൊന്നും നേരം കിട്ടാറില്ല. ഫുൾ ക്ലീനിങ് അത് ഇതൊക്കെ ആയിട്ടല്ലോ. ഇപ്പൊ സത്യം പറഞ്ഞാൽ ക്ലീനിങ് ഒരു ഹോബി ആയിട്ട് എടുത്തേക്കാം. മീൻസ് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. എവിടെ ഇവിടെ അടുക്കി പെറുക്കി വെക്കല് ഇങ്ങനെ. ഇപ്പൊ മിസ് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കാം, സമയം കിട്ടുമ്പോ ഞാൻ എന്താ ചെയ്യാന്ന്. സമയം കിട്ടുമ്പോ ഇങ്ങനെ അവിടെ ഇവിടെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ട് കിടക്കും. സത്യം. എന്തായാലും ക്ലീൻ ചെയ്യണം. ഹോബിയാക്കി മാറ്റിക്കുന്ന കുഴപ്പമില്ലല്ലോ. അതെ, ബോറിംഗ് ഇല്ല. ഓക്കെ. ഹലോ മാം. പറയാ. ഹലോ മാം, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ മാം, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? മാം, എന്റെ ഹോബി എന്ന് പറയുന്നത് ഞാൻ ചെറുതായിട്ട് പോയം എഴുതലും ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ് ഒക്കെയാണ് എന്റെ ജോലി. ജോലിയല്ല, ഹോബി എന്ന് പറയാം. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതിന് എനിക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു മത്സരത്തിനകത്ത് എനിക്ക് അതിന് ഭാഗമാകാൻ പറ്റുകയും അതിൽ 100 പേരെ തിരഞ്ഞെടുത്തില് ഒരാളാവാൻ സാധിക്കുകയും ചെയ്തു. ഷോർട്ട് സ്റ്റോറിക്കും അതുപോലെ തന്നെ പോയത്തിനും. അതുപോലെ തന്നെ പല മേഖലകളിലും അതുപോലെ പങ്കെടുക്കാൻ പറ്റി, സമ്മാനം മേടിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ ചെറുതായിട്ട് മലയാളം ഷോർട്ട് സ്റ്റോറിയും പോയൊക്കെ എഴുതലാണ് എന്റെ ഹോബി എന്ന് പറയുന്നത്. ഹലോ മിസ്. മിസ്, എനിക്ക് ഹോബീസ് എന്ന് പറയാനായിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ TV കാണും, അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യാറ് പതിവ്. ഇൻസ്റ്റയോ യൂട്യൂബാനോ. അപ്പൊ അത് ഹോബി ആയിട്ട് പറയാൻ പറ്റുമോ? അല്ല, അതാണ് ഹോബി. ശരിയാണ്, അതാണ് നമ്മുടെ ഇങ്ങനെ ഒരാളെ തമ്പി നടക്കുകയായിരുന്നു. ഞാൻ ഇങ്ങനെ ആരും പറയുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു.
ഓക്കെ, ഇനി ആരാ ഇതേപോലെ ഫോൺ നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഫോൺ നോക്കാറുണ്ട്. എന്തോ? ഫോൺ നോക്കാറുണ്ട്. ഫോൺ നോക്കാറുണ്ട്, പക്ഷെ ഫ്രീ ടൈം ആയിട്ട് അങ്ങനെ ഇല്ല. ചെയ്യുന്നതിന്റെ ഇടക്ക് ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോ ഉറങ്ങും മാം. ഉറങ്ങും. ഓക്കെ, ഹലോ മിസ്, ഇപ്പൊ കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് ഫുള്ളി എൻഗേജ്ഡ് ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സമയമില്ല. അപ്പൊ കിട്ടുന്ന സമയത്ത് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ മൊബൈൽ വെച്ച് പാട്ട് കേൾക്കും. പിന്നെ മോസ്റ്റ്ലി ഇപ്പൊ കുക്കിംഗ് ആണ്. അത് ഹോബിയായിട്ട് പറയുന്ന വെച്ചാൽ നോർമൽ അല്ലാതെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട്. അത് ഹസ്ബൻഡ് ഇഷ്ടമാണ്, ഫുഡ് കഴിക്കുന്ന ആളാണ്. എന്തുണ്ടാക്കിയ വെച്ചാലും കഴിച്ചു. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ്. അപ്പൊ പല സാധാ റെസിപ്പി അല്ല, അതല്ലാതെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇങ്ങനെ നല്ല റെസിപ്പീസ് ഒക്കെ പുള്ളി തന്നെ കണ്ടുപിടിച്ച് തരും. അപ്പൊ അത് ഉണ്ടാക്കി നോക്കും. കുട്ടികൾക്കും അത്യാവശ്യം ഇഷ്ടമാണ്. അപ്പൊ കുക്ക് ചെയ്യും. പിന്നെ ട്യൂഷൻ ഉണ്ട്, അപ്പൊ ടീച്ചിങ് ഡെയിലി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ ടീച്ചിങ് ഇതിനിടയ്ക്ക് അതും പിന്നെ ഇതിനിടയ്ക്ക് സമയം കിട്ടുമ്പോൾ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. ഇപ്പൊ മൊബൈലിൽ പാട്ട് കേൾക്കും. ടി വി കാണുന്നത് കുറവാണ്. പാട്ട് കേൾക്കും. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? പല പല ഹോബീസ് ആണല്ലോ. ഹലോ മിസ്, ഞാനും കൂടി ഒന്ന് പറയട്ടെ. ഞാന് കല്യാണം കഴിയുന്നതിന്റെ മുന്നേ വർക്ക് ചെയ്തിരുന്നു. ഇപ്പൊ 5 വർഷമായി കഴിഞ്ഞിട്ട്. അപ്പോ ഒരു ഗ്യാപ്പ് വന്നപ്പോ ആകെ മൈൻഡ് ഡിപ്രസ്ഡ് ആയിപ്പോയി. അപ്പൊ ഞാൻ ഫ്രീ ടൈമില് കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോസ് കാണാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സിന് ചേർന്നത്. പിന്നെ അതിന്റെ കൂടെ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നുണ്ട് ഓൺലൈനായിട്ട്. പിന്നെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഡ്രോയിങ്ങും ചെയ്യും, ഇഷ്ടമുള്ളതാണ്. മ്യൂസിക് കേൾക്കാനും ഇഷ്ടമാണ്. അപ്പൊ വീട്ടിലിരിക്കുന്ന ഒതുങ്ങിക്കൂടി എല്ലാവരോടും പറയാനുള്ളത് ഫുൾ ടൈം എൻഗേജ്ഡ് ആവാൻ നോക്കുക, അതാണ് നല്ലത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പറയാനുള്ളത് കുറച്ച് കുക്കിംഗ് ഉണ്ട്, പിന്നെന്താണ് റൈറ്റിംഗ് ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്, പിന്നെന്താ വീട്ടിൽ എൻഗേജ്ഡ് ആണെന്ന് പറഞ്ഞാൽ വീട്ടിലെ പണി ഫുൾ ടൈം പണിയിലാണ്. അപ്പൊ അങ്ങനെ ഒരു എൻഗേജ്മെന്റ് അങ്ങനെ പറയാം, എൻഗേജ്ഡ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോ പല പല ഹോബീസ് ആണ്. ഇതിൽ ആരും റീഡിങ് ഒരു ഹോബി ആയിട്ട് എടുത്തിട്ടുണ്ടോ? ആരെങ്കിലും റീഡിങ് എന്നൊരു ഹോബി ആർക്കെങ്കിലും ഉണ്ടോ? ആരും പറഞ്ഞു കേട്ടില്ല. യെസ് മിസ്, എൻ്റെ പേര് ഗ്രീഷ്മ. എനിക്ക് റീഡിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ബുക്കായിട്ട് തന്നെ നമ്മൾ ആദ്യം കുറച്ച് ലൈബ്രറിയിൽ നിന്ന് മേടിക്കുമായിരുന്നു. കൊറോണ ടൈം ആയപ്പോ അങ്ങനെ കിട്ടാതെ ഇപ്പൊ ഞാൻ ഫോണില് ആപ്പൊക്കെ കിട്ടുമല്ലോ, അപ്പൊ അതിലങ്ങനെ വായിക്കാറുണ്ട് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ. നല്ല ഹോബിയാണ്. ബാക്കി എല്ലാവരും ഹോബി നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നല്ലോ, നല്ലതാണ്. ആർട്ടിസ്റ്റ് ആണ്, ഡ്രോയിങ്, ഇതെല്ലാം നല്ലതാണ്. റൈറ്റിംഗ് ചെയ്യുന്നുണ്ട്, എല്ലാം നല്ലതാണ്. പാട്ട് കേൾക്കുന്നത് എല്ലാം നല്ല ഹോബീസ് ആണ്. ഒന്നും നല്ലതല്ല എന്നല്ല പറയുന്നത്. കുറച്ച് റീഡിങ്ങിന് കൂടെ നമ്മൾ ടൈം കണ്ടെത്തണം കേട്ടോ. അപ്പൊ ടൈം ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമുള്ളവരാണ്. ഈ ക്ലാസ്സിൽ ഇപ്പൊ ഇരിക്കുന്നവര് കുറെ പേരൊക്കെ ലെഫ്റ്റ് ആയി പോയിട്ട് വർത്തമാനം പറഞ്ഞത് കൊണ്ട് കുറച്ചു പേർക്ക് ഇഷ്ടമായില്ല, കുറച്ചു പേർക്ക് ലെഫ്റ്റ് ആയി. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നതാണ്, എല്ലാവർക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന ഒരു ആഗ്രഹത്തോടെ ജോയിൻ ചെയ്തവരാണ്, അല്ലെങ്കിൽ ഗ്രാമർ പഠിക്കാൻ വന്നവരാണ്. എന്താണ് സംസാരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വന്നതാണ്. സംസാരിക്കണം എന്ന ആഗ്രഹത്തോടെ വന്നതാ. കാരണം ഞാൻ പുറത്തു പോയിട്ടുള്ളപ്പോ പല സമയത്ത് പെട്ടുപോയിട്ടുണ്ട്. അപ്പോ നമ്മളിങ്ങനെ പറയാൻ ശ്രമിച്ചാലും മലയാളം കയറി വരാൻ എടുക്കും. അത് ഒട്ടും നമുക്ക് പ്രാക്ടീസ് ഇല്ലാത്തത് തന്നെയാണ്. പിന്നെ അറിവില്ല പകുതി കാര്യത്തില്. അപ്പൊ എങ്ങനെങ്കിലും ഇനി അങ്ങനെ ഒരു ചമ്മൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഇത് മാത്രമേ ഞാൻ വേറെ ഇതുപോലെ ഇൻസ്റ്റയിലൊക്കെ ഓരോന്ന് കാണുമ്പോ ഇങ്ങനെ കയറി നോക്കും. ഒരു ഇഷ്ടമായി ഇപ്പൊ ഇത് ഭയങ്കര എന്തെങ്കിലുമൊക്കെ അറിയണം എന്നൊരാഗ്രഹം. പക്ഷേ നമ്മുടെ ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾ ഒരിക്കലും സംസാരിക്കില്ല കേട്ടോ. ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. ഈ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും മലയാളം പറയുന്ന പോലെ ഇംഗ്ലീഷ് പറയില്ല. അത് ഞാൻ ഉറപ്പ് പറയാം. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് ഗ്രാമർ തന്നെ പഠിക്കാൻ ഒരുപാടുണ്ട്. ഗ്രാമർ പഠിച്ചു വന്ന്
ഇംഗ്ലീഷ് സംസാരിക്കണം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ഹോബിനെ കുറിച്ച് ചോദിച്ചു, എത്ര പേര് എന്നോട് സംസാരിച്ചു? വളരെ കുറച്ച് പേര് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇത് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഹോബിനെ കുറിച്ച് പറയും, ഇംഗ്ലീഷ് പറയുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സംസാരിക്കും? അത് സംസാരിക്കും. 1 2 പേര് സംസാരിച്ചല്ലേ അല്ലെ? ഏതൊരു ലാംഗ്വേജും ഗ്രാമർ ഞാൻ പഠിപ്പിച്ചു തരും, അത് മസ്റ്റാണ്. ഗ്രാമർ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഗ്രാമർ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കും, അത് ഞാൻ ഗ്യാരണ്ടി പറയും, ഷുവറാണ്. പക്ഷേ സംസാരിക്കുക എന്നുള്ളത് എന്റെ കയ്യിലുള്ള കാര്യമല്ല. നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കണം സംസാരിക്കും. ഇവിടെ ഇരുന്ന് സംസാരിക്കൂ എന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റൂ. ഒരുപാട് ക്ലാസ് എടുക്കുന്നത് കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും പറയുന്നതാണ്. ഒരുപാട് സ്റ്റുഡൻസ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവരും ഗ്രാമർ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, ഓരോ സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ടെക്സ്റ്റ് ചെയ്ത കാര്യം ഒന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ പോലും ആരും കേൾക്കില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നല്ല ഏതൊരു ലാംഗ്വേജും നമുക്ക് അറിയാൻ പറ്റും. എല്ലാവരും പറയുന്ന കാര്യമാണ്, മിസ്സേ എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ വായിക്കാനും എഴുതാനും അറിയാം മിസ്സേ, പറയാനറിയില്ല. പറഞ്ഞാലല്ലേ നിങ്ങൾ പഠിക്കൂ. വേറെ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഹിന്ദിയോ തമിഴോ എന്തെങ്കിലും ആവട്ടെ, കേട്ടാ മനസ്സിലാവും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ അറിയൂ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെയാണ് മിസ്റ്റേക്ക് വരാ എന്നുള്ളത്. അത് നമ്മുടെ ആ ഒരു പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. ശരിയല്ലേ? മലയാളം അറിയില്ല, കേട്ടാ മനസ്സിലാവും. പറഞ്ഞല്ലേ പഠിച്ചേ നമ്മള്. എല്ലാവരും പറയും ഗ്രാമർ ഒന്നും പഠിക്കണ്ട, കേട്ട് പഠിച്ചാൽ മതി എന്ന് പറയും. കേട്ട് പഠിക്കലല്ല, കേട്ട് പഠിക്കാനും പറ്റും. പക്ഷെ ആ കേൾക്കുന്നത് പറയണമെങ്കിൽ നമ്മൾ പറഞ്ഞു പഠിക്കണം. മനസ്സിലായോ? പറഞ്ഞു പഠിക്കണമെങ്കിൽ എഴുതുമ്പോ നമുക്ക് ആലോചിക്കാൻ ടൈം കിട്ടുന്നുണ്ട്. എന്തെങ്കിലും സെന്റൻസ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ ടൈം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം ഞാൻ ആലോചിച്ചിട്ടല്ല സംസാരിക്കുന്നത്, അത് സ്പോട്ടിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വരണം ഇംഗ്ലീഷ്. അങ്ങനെ ഇംഗ്ലീഷ് വരണമെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണം, വെക്കാബുലറി ഉണ്ടാവണം. ഈ വൊക്കാബുലറി എവിടെ നിന്ന് കിട്ടും? ആരെങ്കിലും കൊണ്ട് തരും? ഓരോ വേർഡ് നിങ്ങൾ പറയും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല മിസ്സേ, സ്റ്റക്ക് ആയി പോകുന്നു മിസ്സേ, സ്റ്റോപ്പ് ആയി പോകുന്നു, എനിക്ക് പെട്ടെന്ന് ഒരു സ്റ്റക്ക് വരുന്നു. എന്തുകൊണ്ടാ സ്റ്റക്ക് വരുന്ന ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? വൊക്കാബുലറി ഇല്ല. ഒരു വേർഡ് മലയാളത്തിൽ കിട്ടും, പക്ഷെ ആ വേർഡിന് ഇംഗ്ലീഷ് അറിയില്ല. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. നമുക്ക് വൊക്കാബുലറി ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയും പിടിച്ചു നിൽക്കും. അതില്ലാത്തതുകൊണ്ടാണ്. അപ്പോ ഹോബീസ് എല്ലാവരും പറഞ്ഞു. എനിക്കൊരു റിക്വസ്റ്റ്, എന്റെ റിക്വസ്റ്റ് ആയിട്ടെങ്കിലും കാണാം. കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോ എന്റെ റിക്വസ്റ്റ് ആയിട്ട് കാണാം, ഇംഗ്ലീഷ് ബുക്ക് വായിക്കാം. എല്ലാവരും വീട്ടിലും മക്കളുണ്ട്, പഠിക്കുന്നവരുണ്ട്. അപ്പൊ ബുക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും മക്കളുടെ ബുക്കായാലും പഠിക്കാം. എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ ബുക്ക് മതി. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ ഫെയറി ടെയിൽസ് ഒക്കെ അതേപോലത്തെ ബുക്കുകളുണ്ട്. ബിഗിനേഴ്സ്, പിന്നെ നമ്മളെല്ലാവരും ബിഗിനേഴ്സ് ആണെന്ന് പറയാം. അപ്പൊ ആ ഒരു ലെവലിലുള്ള ബുക്സ് വേണം വായിക്കാൻ. ആദ്യം വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, മടി തോന്നും, നമുക്ക് ഉറക്കം വരും, പല പല ബുദ്ധിമുട്ടുകൾ നമ്മൾ വായിക്കുന്ന ടൈമിൽ ഫേസ് ചെയ്യും. കാരണം ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, അതുകൊണ്ടാണ്. പക്ഷെ ഒരു 20 to 30 days നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഹാബിറ്റ് ആയിട്ട് മാറും. ഓക്കെ, അത് എന്തൊരു കാര്യമാണെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അത് കുറച്ച് ഒരാഴ്ചത്തോളം ജിമ്മിൽ പോകാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ ആ ഇൻട്രസ്റ്റ് നമ്മൾ കുറയും. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ലേ? അതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും. കുക്കിംഗ് ആണെങ്കിൽ അതെ, എല്ലാവരും കല്യാണത്തിന് മുന്നേ പഠിച്ച് പാസ്സായി ഷെഫായിട്ടൊന്നല്ലല്ലോ വീട്ടിലേക്ക് പോകുന്നത്, കല്യാണം കഴിഞ്ഞ് പോകുന്നത് അല്ലെ? ആരും കുക്കിംഗ് പഠിച്ചിട്ടല്ല പോകുന്നത്. പക്ഷെ ചെയ്ത് പ്രാക്ടീസ് ആയി. അത് ആദ്യം നമ്മൾ സ്പൂൺ അളവിൽ ഓരോ മസാല, ഓരോ പൊടികൾ നമ്മൾ ഇടും, പിന്നെ നമ്മൾ കൈയളവാകും. കാരണം എന്താണ്? നമ്മളത് ചെയ്ത് നമുക്കത് യൂസ്ഡ് ആയി. അളവൊക്കെ നമുക്ക് ഓരോ എല്ലാത്തിന്റെ അളവുകൾ നമുക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതെന്താണ്? പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. ഇംഗ്ലീഷ് ആരെങ്കിലും സംസാരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? സത്യസന്ധമായിട്ട് പറയും, ആരെങ്കിലും എഫോർട്ട് എടുക്കുന്നുണ്ടോ? എല്ലാ കോഴ്സിൽ പോയി ചെയ്യും. ഓൺലൈൻ കാണുന്ന കോഴ്സ് ആണെങ്കിലും ടെക്സ്റ്റൈൽ ആണെങ്കിലും എല്ലാ കോഴ്സിലും ജോയിൻ ചെയ്യും. ഇംഗ്ലീഷ് പഠിക്കുന്ന ഉദ്ദേശത്തോടെ ജോയിൻ ചെയ്യും. അവര് പഠിപ്പിക്കണം, ലാസ്റ്റ് അവര് പഠിപ്പിക്കും. പക്ഷെ നിങ്ങൾ കഷ്ടപ്പെടില്ല, ഹാർഡ് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ആർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത്.
ഓക്കെ, റീഡിങ്ങിലൂടെ നമുക്ക് ഒരുപാട് വൊക്കാബുലറി കിട്ടും. ഇത് വായിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. എത്ര യൂട്യൂബ് വീഡിയോസ് കണ്ടാലും ഫിലിം കണ്ടാലും നമുക്കത് കിട്ടില്ല. വായിക്കുന്നത് ഒരു ഹോബിയായിട്ട് മാറ്റാം. നിങ്ങൾ ഏത് സെലിബ്രിറ്റി ആയിക്കോട്ടെ, ആര് വേണമെങ്കിലും എടുത്തോ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഏതൊരു വ്യക്തിയെയും പോലും എടുത്തോളൂ, അവർക്കൊരു ഹാബിറ്റ് ഉണ്ടാകും. റീഡിങ് എന്നൊരു ഹാബിറ്റ് എല്ലാവർക്കും ഉണ്ടാകും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഓക്കെ, പക്ഷെ നമുക്കാണ് അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഇല്ലാത്തത്. അതുകൊണ്ടാണ് നമുക്ക് ഒന്നും എങ്ങോട്ടും എത്താൻ പറ്റാത്തതും അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ കുറെ പേര് ഇപ്പൊ എന്താണ് ഡ്രോയിങ് ചെയ്യുന്നവരുണ്ട്, അതൊരു പാഷനായിട്ട് കൊണ്ടുപോകുന്നവരുണ്ട് അല്ലെ. പക്ഷെ നമുക്ക്